സഖാബ് CKP പത്മനാഭനെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന 2006-2011 കാലയളവിൽ തളിപ്പറമ്പിൽ നിന്നുള്ള മാർക്സിസ്റ്റ് MLA കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമായിരുന്നു ഇദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. ഒരു സാധു മനുഷ്യനാണ്, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത പഴയ തലമുറയിൽപ്പെട്ട ഒരു സഖാബ്. സംഗതി വശാൽ ഇദ്ദേഹം പട്ടികജാതി സമുദായക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു സവിശേഷത എന്ന് പറയാം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ പട്ടികജാതിയിൽ ജനിച്ച ആളുകൾക്ക് ജനറൽ സീറ്റിൽ മത്സരിക്കാൻ അവസരം നൽകുകയില്ല. പട്ടികജാതിക്കാർക്ക് മത്സരിക്കാൻ സംവരണ സീറ്റുണ്ടല്ലോ എന്നുള്ളതാണ് അവർ പറയുന്ന ന്യായം. അങ്ങനെ അല്ലാതെ ഒരു ജനറൽ സീറ്റിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ആളാണ് CKP പത്മനാഭൻ. അങ്ങനെ അല്ലാതെ മത്സരിച്ച ആളുകൾ വളരെ കുറവാണ്. 1965 CPIക്കാർ ചാത്തൻ മാസ്റ്ററെ ചാലക്കുടിയിൽ മത്സരിപ്പിച്ചു. പക്ഷേ ചാത്തൻ മാസ്റ്റർ തോറ്റുപോയി 67. അന്ന് പൊതുവേ ഇടതുപക്ഷത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. എന്നിട്ട് പോലും സഖാബ് ചാത്തൻ മാസ്റ്റർ 1967 ചാലക്കുടിയിൽ മത്സരിച്ച് തോറ്റുപോയി. അതിനുശേഷം പൊതുവെ അങ്ങനെ സീറ്റ് കൊടുക്കാറില്ല, ഇനി കൊടുത്താൽ തന്നെ ജയിക്കാറില്ല. പിന്നെ മുസ്ലിം ലീഗുകാർ സമീപകാലത്ത് UC രാമനെ കുന്നമംഗലം മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു. കുന്നമംഗലം സംവരണ സീറ്റ് അല്ലാണ്ടായതിനു ശേഷം അവിടെ രാമനും റഹീമും തമ്മിലാണ് മത്സരം എന്നൊക്കെ മാർക്സിസ്റ്റുകാർ പ്രചരിപ്പിച്ചു. അങ്ങനെ റഹീമിനെ വിജയിപ്പിച്ചു. റഹീം ജയിച്ചു, രാമൻ തോറ്റു. പൊതുവേ അങ്ങനെ പട്ടിക സമുദായക്കാർക്ക് കൊടുക്കില്ല, കൊടുത്താൽ തന്നെ ജയിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. പിന്നെ K. കുഞ്ഞമ്പു എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരൻ പണ്ട് 1980 കണ്ണൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. അദ്ദേഹം ജയിച്ചു. ഇത് കണ്ണൂരായതുകൊണ്ടാണ്. അതുപോലെ CKP മത്സരിച്ച തളിപ്പറമ്പിലായതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായതുകൊണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സവിശേഷതയുള്ള വിജയത്തിൻ്റെ ഉടമയായിരുന്നു CKP പത്മനാഭൻ. പാർട്ടിക്കാർക്ക് വലിയ സ്നേഹവും മതിപ്പുള്ള ആളായിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു ദുരനുഭവം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മകളോട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അന്നത്തെ ഒരു മൂപ്പൻ, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പേരറിയാം, പി ശശി അവമര്യാദയായിട്ട് പെരുമാറി. ഇത് ഒരു പിതാവ് എന്ന രീതിയിൽ CKPയെ വേദനിപ്പിക്കുകയും അദ്ദേഹം പാർട്ടിക്ക് പരാതി കൊടുച്ചു. CKP പത്മനാഭൻ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കെതിരെ അതിക്രമം തടയൽ നിയമമനുസരിച്ച് സഖാവ് P ശശി ഉണ്ട തിന്നു വരും, കമ്പി പിടിക്കും വരും. പക്ഷേ CKPക്ക് പോലീസിനേക്കാൾ പാർട്ടിയാണ് വിശ്വാസം എന്നുള്ളതുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. പിന്നെ പോലീസിൽ പരാതി കൊടുത്താലും എന്ത് സംഭവിക്കുന്നത് നമുക്കറിയാം. ഏതായാലും പോലീസിലല്ല പരാതി കൊടുത്തത്, പാർട്ടിയിലായിരുന്നു. പാർട്ടി അന്വേഷിച്ചു, പാർട്ടി നടപടിയെടുത്തു. സഖാവ് P ശശിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. പെൺകുട്ടിയോട് അവമര്യാദയായി പെരുമാറിയാനാണ് പുറത്താക്കിയതെന്ന് പറഞ്ഞില്ല, മറിച്ച് അദ്ദേഹത്തിന് ഞരമ്പിൻ്റെ അസുഖമുണ്ട് എന്നാണ് പറഞ്ഞത്. ഞരമ്പിൻ്റെ അസുഖം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത്, കണ്ണൂർ ഭാഗത്ത് എങ്ങനെയെന്ന് അറിയില്ല. ഏതായാലും ശശി സഖാവിനെ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു, ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്തു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തിരിച്ചെടുത്തു, ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി, സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഛത്ര ചാമര പരിവീജിതനായിട്ട് കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ അതിശക്തമായ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. CKPയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. CKPക്ക് എന്ത് സംഭവിച്ചു? കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഇദ്ദേഹം വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി. അത് തന്നെ പാർട്ടി മെമ്പറായിട്ട് നിലനിർത്തി. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റും കൊടുത്തില്ല. ഇത് ശശിക്കെതിരെ പരാതി കൊടുത്തതിൻ്റെ പ്രതികാര നടപടിയാണെന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരള സംസ്ഥാനത്തെ എല്ലാ ആളുകൾക്കും അറിയാം. അല്ലാതെ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്താത്തതുകൊണ്ടല്ല. അങ്ങനെ ജാഗ്രത പുലർത്താത്തതിൻ്റെ പേരിലാണെങ്കിൽ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ച ആളുകൾ ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ തന്നെ MLA-മാരായിട്ട് നെഞ്ചും പിരിച്ച് നടക്കുന്നുണ്ട്. രക്തസാക്ഷിക്ക് വേണ്ടി സഖാവ് ധനരാജിന് വേണ്ടി പിരിച്ച ഫണ്ട് ധനരാജിൻ്റെ വിധവയ്ക്കും കുട്ടികൾക്കും കൊടുക്കണമൊക്കെ വരെ ഇയാൾ സ്വന്തം അക്കൗണ്ടിലിടുകയും അത് പിൻവലിച്ച് പുട്ടടിക്കുകയും ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും MLA-ആയിട്ട് നെഞ്ചും പിരിച്ച് നടക്കുകയാണ്, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് ചൂണ്ടിക്കാണിച്ച ആളെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി, നമ്മുടെ വിപ്ലവ പാർട്ടി. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. അങ്ങനെ ജാഗ്രത കുറവിന് സഖാവിനെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നീക്കം ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ ഏതാണ്ട് കറിവേപ്പിലയുടെ അവസ്ഥയിലായി. ഞാൻ ഇദ്ദേഹത്തെ അവസാനം കണ്ടത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. 2018 നമ്മുടെ ശബരിമലയുടെ വിധി വന്ന്
അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് 19 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമയത്ത് ഞങ്ങൾ കുറേ സംസാരിച്ചു. ഇതിനെപ്പറ്റി ഒന്നും ഞാൻ ചോദിച്ചില്ല, ചോദിക്കുന്നത് ശരിയല്ലോ. അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ മുഴുവൻ പാർട്ടിയെക്കുറിച്ചും വരാൻ പോകുന്ന ഇന്ത്യൻ വിപ്ലവത്തെക്കുറിച്ചും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ശബരിമല വിധി ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ചുമൊക്കെയാണ്. പുള്ളി അന്ന് കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശബരിമല വിധിയുടെ പുരോഗമന സ്വഭാവം പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ എത്ര പറഞ്ഞിട്ടും ഇതിൻ്റെ പുരോഗമന സ്വഭാവം ഈ സഖാക്കൾക്ക് മനസ്സിലാവുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തീരെ മനസ്സിലാവുന്നില്ല. എന്നാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രമം വിജയിക്കും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത് ബാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, ഇനി തുടർന്നും ശ്രമിക്കുക. നിങ്ങൾ പറയും തോറും ആളുകളുടെ സംശയം കുറഞ്ഞു വരികയും പിന്നെ സംശയം തീരെ ഇല്ലാണ്ടാവുകയും ചെയ്യും എന്ന് പറയും. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. നമുക്കറിയാം, കണ്ണൂരും വടകരയും കാസർഗോട്ടും വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ അങ്ങനെ ഒരു ആത്മാർത്ഥതയുള്ള പാർട്ടി സഖാവാണ് CKP പത്മനാഭൻ. അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഈ ദുരനുഭവങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഇപ്പോൾ തീരെ വയ്യാത്ത അവസ്ഥയിലാണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റിയില്ല. സാമ്പത്തികമായിട്ടും വലിയ കഷ്ടാവസ്ഥയിലാണ്. പരാതി കൊടുത്താണ് ജീവിതത്തിൽ പറ്റിയ ഒരു വലിയ ഭയങ്കര അബദ്ധം. പാർട്ടി സെക്രട്ടറി കയറി പിടിച്ചാൽ സഹിക്കണം എന്നുള്ള സിദ്ധാന്തം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ CKP പത്മനാഭനെ പോലെ ഈ എളിയ നിലയിൽ നിന്ന് ഉയർന്നു വന്ന് പട്ടിക സമുദായക്കാരനായ ഒരു സഖാവിന് പോലും അറിയില്ല ഈ പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയുണ്ട്, പാർട്ടിക്ക് സ്വന്തമായിട്ട് ജയിലുണ്ട്, പാർട്ടിക്ക് സ്വന്തമായിട്ട് ആരാച്ചാരുണ്ട്, പാർട്ടിക്ക് സ്വന്തമായിട്ട് വനിതാ കമ്മീഷനുണ്ട്, മറ്റു പല സൗകര്യങ്ങളും ഉണ്ട്. പാർട്ടി എന്ന് വെച്ചാൽ എന്താണെന്ന് സഖാവ് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പണ്ട് സഖാവ് സ്റ്റാലിനുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ മുഖ്യ സജീവനായിട്ട് ബെറിയ എന്ന് പറഞ്ഞൊരു സഖാവുണ്ടായിരുന്നു. ആ ബെറിയയുടെയൊക്കെ നിലവാരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. ഞാനിപ്പോൾ കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ മോശവും എന്നുള്ളതുകൊണ്ട് ഇത് അധികം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. CKPയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പാർട്ടിയിലൊക്കെ ചേരുന്ന ആളുകൾ, പെൺമക്കളുള്ള ആളുകൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.